CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ ഡൽഹിയിലായിരുന്നു അന്ത്യം. തുടർച്ചയായി 3 തവണ CPM ജനറൽ സെക്രട്ടറിയായിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, സീതാറാം യെച്ചൂരിയുടെ അന്തിമോപചാര ചടങ്ങുകളൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ശ്വാസകോശ അണുബാധയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 19-നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇത് 3 മണിയോടുകൂടി അദ്ദേഹം അന്തരിച്ചു. 3 മണിയോടുകൂടിയാണ് എയിംസ് അധികൃതർ സീതാറാം യെച്ചൂരിയുടെ മരണ വാർത്ത സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് CPM അറിയിച്ചിട്ടുള്ളത് ഇന്ന് മൃതദേഹം എയിംസ് ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും. നാളെ ഡൽഹി വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. 14-ാം തീയതി രാവിലെ AKG സെന്ററിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് നാളെയും മറ്റന്നാളുമായി ഡൽഹിയിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും. കഴിഞ്ഞ ഏകദേശം 1 മാസത്തിനടുത്തായി ശ്വാസകോശത്തിൽ അണുബാധയുമായി ബന്ധപ്പെട്ട് എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യനില പൂർണ്ണമായും വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത്. 1952-ൽ ജനിച്ചിട്ടുള്ള സീതാറാം യെച്ചൂരി 1974-ൽ ഡൽഹിയിലെ പഠന സമയത്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത്, SFIയുടെ ഭാഗമാകുന്നു. 77 മുതൽ 78 വരെ JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള ചുമതല വഹിച്ചിട്ടുണ്ട്. 75-ൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഭവിക്കുന്നു. 1984-ലാണ് SFIയുടെ ദേശീയ പ്രസിഡന്റ് ആയി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്. 1992-ൽ CPM PB അംഗമായും തെരഞ്ഞെടുത്തു. 2005 മുതൽ രാജ്യസഭാ അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കളം നിറയാനോ ശോഭിക്കാനോ സീതാറാം യെച്ചൂരിക്ക് സാധിച്ചില്ല. 2005 മുതൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു. 2015-ലെ പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരിയെ പാർട്ടിയുടെ CPMന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പിന്നീടുള്ള 2 കോൺഗ്രസിലും ഏറ്റവും ഒടുവിൽ 2022-ൽ നടന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും സീതാറാം യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് CPM വലിയ തിരിച്ചടികൾ നേരിടുന്ന സമയത്ത് അതിനെ ദേശീയ തലത്തിൽ നയിച്ച വ്യക്തിത്വമാണ് ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് സീതാറാം യെച്ചൂരി. കഴിഞ്ഞ 3 തവണയായി 2015 മുതൽ CPMന്റെ ജനറൽ സെക്രട്ടറി എന്ന ചുമതല വഹിച്ചു വരുന്നു. 1973 മുതൽ സജീവ രാഷ്ട്രീയത്തിലൂടെ SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ഇടതുപക്ഷ നേതാവുമാണ് ഇന്ന് വിടവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നാളെ വസന്ത് കുഞ്ചിലും മറ്റന്നാൾ AKG സെന്ററിലും പൊതുദർശനത്തിന് വെച്ച ശേഷം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകും. ലക്ഷ്മി. ശരി.